സിനിമാ ലോകത്ത് ഏറെ ചർച്ച ചെയ്താണ് നടി മഞ്ജു വാര്യരുടെ കരിയർ ഗ്രാഫ്. കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് വിവാഹം ചെയ്ത നടി സിനിമാ ലോകം വിട്ടത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തി. വർഷങ്ങൾക്ക് ശേഷം നടി തിരിച്ചെത്തിയപ്പോൾ സിനിമാ ലോകത്തുണ്ടായ അലയൊലികൾ ചെറുതല്ല. തൻ്റെ വിവാഹ സമയത്ത് മഞ്ജു വേണ്ടെന്ന് വെച്ച അവസരങ്ങൾ നിരവധിയാണ്. ഇതിൽ പല സിനിമകളും വലിയ ഹിറ്റായി. ഇതിലൊന്നാണ് 1999 പുറത്തിറങ്ങിയ ക്രൺസ്. ഇതേക്കുറിച്ച് സംവിധായകൻ സിദ്ദിഖ് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. മീനയുടെ കഥാപാത്രത്തിന് ആദ്യം തീരുമാനിച്ചിരുന്നത് മഞ്ജു വാര്യരെയാണ്. ഇപ്പോഴത്തെ മുകേഷിന്റെ പേരായി ദിവ്യ ഉണ്ണിയും. പക്ഷേ ആ സമയത്ത് മഞ്ജു വാര്യർ വിവാഹം ചെയ്തുവെന്നും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് മഞ്ജു വാര്യർ വിട്ടുനിൽക്കുകയും ചെയ്തു. മഞ്ജു വാര്യർ പോയതോടെ ഞങ്ങൾക്ക് നായികയില്ലാതായി. പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സരിതയാണ് മീനയെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ മീന ഫ്രണ്ട്സിൽ നായികയായെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. മഞ്ജു വാര്യർക്ക് നഷ്ടപ്പെട്ട മറ്റൊരു സിനിമ 1997 പുറത്തിറങ്ങിയ ചന്ദ്രലേഖയാണ്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ്. ബോളിവുഡ് നടി പൂജ ബത്രയായിരുന്നു മഞ്ജു വാര്യർക്ക് ചെയ്യേണ്ട വേഷം അന്ന് ചെയ്തത്. മഞ്ജു ചില കാരണങ്ങളാൽ സിനിമ നിരസിക്കുകയോടെ ചന്ദ്രലേഖ പൂജ ബന്ദ്രയ്ക്ക് എത്തുകയായിരുന്നു. തനിക്ക് ഏൽപ്പിച്ച വേഷം പൂജ അപസ്മരണീയമാക്കുകയും ചെയ്തു. കരിയറിൽ താരറാണിയായിക്കൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യർ നടൻ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് 1998-ലായിരുന്നു വിവാഹം. ഒരുപക്ഷേ നടി സിനിമാ രംഗത്ത് തുടർന്നിരുന്നെങ്കിൽ തെന്നിന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള നായിക നടിയായി മഞ്ജു മാറിയേനെ. ജ്യോതിക, സിമ്രാൻ, മീര, രംഭ, ദേവയാനി തുടങ്ങിയ നടിമാർ അക്കാലത്ത് തെന്നിന്ത്യയിലെ നിരക്കേറിയ നടിമാരാണ്. ഇവരെപ്പോലെ മഞ്ജും അക്കാലത്ത് മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചേനെയെന്ന് ആരാധകർ പറയുന്നു. കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ഐശ്വര്യ രാജ് ചെയ്ത വേഷത്തേക്ക് ആദ്യം പരിഗണിച്ചത് നമ്മുടെ സ്വന്തം മഞ്ജു വാര്യരെയാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളൊന്നും നിരാശയിലാണെന്ന് മഞ്ജു പറയാറുള്ളത്. തിരിച്ചു വന്നപ്പോഴും മികച്ച കഥാപാത്രങ്ങൾ നടിക്ക് ലഭിക്കുകയും ചെയ്തു. മൂന്ന് വർഷം മാത്രം അഭിനയിച്ച് ഒരു പതിറ്റാണ്ടിനിടെ സിനിമാ രംഗത്ത് നിന്ന് മാറിയതിനു ശേഷം തൻ്റെ തിരിച്ചുവരവിൽ ഇത്രയും സ്വീകാര്യത ലഭിച്ച മറ്റൊരു നടി ബോളിവുഡിലോ ഹോളിവുഡിലോ കാണില്ല.